സ്നേഹമുള്ളവരെ, നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണല്ലോ. ദൈവം നിങ്ങളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. പതിവ് പോലെ നമുക്ക് വളരെ സ്പെഷ്യലായൊരു ഗസ്റ്റ് ഉണ്ട്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലൂടെ ദൈവം നടത്തിയ വഴികളെക്കുറിച്ച് നമ്മൾ ഈ സമയം സംസാരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ പേര് ശ്രീജിത്ത് എന്നാണ്. തൊടുപുഴക്കാരനാണ്. അതുപോലെ തന്നെ അദ്ദേഹത്തിന് രണ്ട് സെൻറ്റേഴ്സ്, എഡ്യൂക്കേഷൻ 2 സെൻറ്റേഴ്സ് ഉണ്ട്. അത് ഒന്ന് ഓൺലൈൻ, അതുപോലെ തന്നെ തൊടുപുഴയിൽ മങ്ങാട്ടുകവലയിൽ അല്ലേ, മങ്ങാട്ടുകവലയിൽ സെൻറ്റർ ഉണ്ട്. കേലേബ് എന്നാണ് ആ സെൻറ്ററിൻ്റെ പേര്. അപ്പോൾ ആ സെൻറ്റർ ഏകദേശം 25ഓളം രാജ്യങ്ങളിൽ ഓൺലൈനായിട്ട് അല്ലേ പഠന സാധ്യതകൾ കൊടുക്കുന്ന ഒരു സെൻറ്ററാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ദൈവം നടത്തിയ വഴികളെക്കുറിച്ചാണ് നമ്മൾ ഈ സമയത്ത് സംസാരിക്കാൻ പോകുന്നത്. ശ്രീജിയേട്ടാ, നമസ്കാരം. നമസ്കാരം. ദൈവം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. ഒന്ന് പരിചയപ്പെടുത്താമോ? എവിടെയാണ്? കുറച്ച് കാര്യങ്ങളൊന്ന് പറയാമോ ചേട്ടനെ കുറിച്ച് എല്ലാവർക്കും മനസ്സിലാക്കാനായിട്ട്? എൻ്റെ പേര് ശ്രീജിത്ത് എന്നാണ്. ശരിക്കും സ്വന്തം ദേശം എന്ന് പറയുന്നത് കൂത്താട്ടുകുളം അടുത്തുള്ള മാറിക എന്ന് പറയുന്നൊരു സ്ഥലമാണ്. ഞങ്ങളിവിടെ ജോലി സംബന്ധമായും ബിസിനസ് സംബന്ധമായിട്ടൊക്കെ വന്ന് താമസിക്കുന്നതാണ്. എൻ്റെ എനിക്ക് ചാച്ചൻ, അമ്മ, പിന്നെ ഒരു സഹോദരിയുണ്ട്. സഹോദരി നേഴ്സാണ്, അയർലൻഡിലാണ്. ഞാനിപ്പോൾ ഇവിടെ തൊടുപുഴയിലായിരിക്കുന്ന എൻ്റെ കുടുംബം. എൻ്റെ ഭാര്യയുടെ പേര് അക്സ എന്നാണ്. അതുപോലെ ഞങ്ങൾക്ക് ദൈവം 3 മക്കളെ തന്നിട്ടുണ്ട്. മൂത്ത കുട്ടിയുടെ പേര് തബീത, രണ്ടാമത്തെ ആള് ലിഡിയ, മൂന്നാമത്തെ ആള് കേലബ്. നമുക്ക് കൂടുതലായിട്ട് ബിസിനസ്സിലേക്ക് ചോദിക്കുന്നതിന് ഈ പേരുകൾ വെച്ച് തുടങ്ങാം. എന്തുകൊണ്ട് ഈ കേലബ് എന്നുള്ള തബീത, ലിഡിയ, കേലബ്? സ്നേഹമുള്ളവരെ, നിങ്ങൾക്ക് പരിചയമുണ്ടോ? ഈ വാക്കുകൾ എവിടെയും കേട്ട് പരിചയമുണ്ടോ? എവിടെ നിന്നാണ് ഈ പേരുകൾ കിട്ടിയത്? എല്ലാ പേരുകളും ബൈബിളിലെ പേരുകളാണ്. ഇനി കേലബ് എന്നുള്ള കുഞ്ഞിന്റെ പേരാണ് നമ്മുടെ സ്ഥാപനത്തിനുള്ളത്. അതെ അതെ അതെ. അതിന്റെ അർത്ഥം എന്താണ്? കേലബ് എന്ന് പറയുന്നത് മലയാളത്തിലെ കാലേബാണ്, ഇംഗ്ലീഷില് കേലബ് എന്ന് പറയുന്നത്. കേലബ് എന്ന വാക്കിന്റെ അർത്ഥം ഫെയ്ത്ത്ഫുൾ, വിശ്വസ്തൻ എന്നുള്ളതാണ് അതിന്റെ അർത്ഥം എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു ക്യാരക്ടറിനോടുള്ള ഒരു പ്രത്യേക ഇഷ്ടവും ഒക്കെ തോന്നിയിട്ടാണ് ഞങ്ങളുടെ സ്ഥാപനത്തിനും അതുപോലെ ഞങ്ങളുടെ കുഞ്ഞിനും ആ ഒരു പേര് ഇട്ടത്. 25ഓളം രാജ്യങ്ങളിൽ സർവീസ് ചെയ്യുന്ന ഒരു സ്ഥാപനത്തിന്റെ ഡയറക്ടർ, എൻ്റെ ഫൗണ്ടർ എല്ലാ ആൾ തന്നെയാണ്. അപ്പോൾ അദ്ദേഹം വളരെ ബിബ്ലിക്കലായിട്ട്, ഞാൻ ഇതിനെക്കുറിച്ച് അറിഞ്ഞത് കുറച്ച് സമയങ്ങൾക്ക് മുൻപാണ്. അപ്പോൾ കുറച്ചൊരു സംസാരിച്ചു. അതിന് എനിക്ക് മനസ്സിലൊരു കാര്യം ഷെയർ ചെയ്യട്ടെ. ബിസിനസ്സിലുള്ള ധാർമ്മികത, ദൈവത്തിലുള്ള വിശ്വാസം, ഇത് രണ്ടും ഹോൾഡ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സ്ഥാപനമാണിത്. അപ്പോൾ ആർക്കു വേണമെങ്കിലും വിശ്വസിച്ച് വരാവുന്ന സ്ഥാപനമാണ്. ഒരു രീതിയിൽ നമ്മൾ വഞ്ചിക്കപ്പെടില്ലാത്തൊരു സ്ഥാപനമാണ്. ചേട്ടാ, ഇങ്ങനെ ഒരു ബിസിനസ്, ഇത് ബിസിനസ് അല്ല, അതിനേക്കാൾ കൂടുതൽ ഒരു സർവീസ് അല്ലേ? സർവീസ്, അതെ, ബിസിനസ് പറയുന്നത് തെറ്റാണ്. സർവീസ് എങ്ങനെയാണ് നടന്നത്? ഇതിനുള്ളിലുള്ള മോട്ടിവേഷൻ എന്താണ്? ഇതിലൂടെ നിങ്ങൾ സമൂഹത്തോട് പറയുന്ന മെസ്സേജ് എന്താണ്? നിങ്ങൾ സ്ഥാപനത്തോട് മറ്റു സ്ഥാപനങ്ങളിൽ വ്യത്യസ്തമായിട്ട്? ഒന്ന്, ഞങ്ങൾ ഇങ്ങനെ ഒരു സർവീസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ടുള്ള ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത്, ഞങ്ങൾ രണ്ടുപേരും, ഞാനും എൻ്റെ ഭാര്യയും, ഞങ്ങൾ രണ്ടുപേരും അധ്യാപനത്തെ, ടീച്ചിങ്ങിനെ വളരെയധികം സ്നേഹിക്കുന്ന ആളുകളാണ്. ഞാൻ ഒരു ലെക്ചറായിരുന്നു, കോളേജ് ലെക്ചറായിരുന്നു. അതിനുശേഷം ആ ഒരു ലെക്ചർഷിപ്പിൽ നിന്ന് റിസൈൻ ചെയ്ത ശേഷമാണ് ഇങ്ങനെ ഒരു ഫീൽഡിലേക്ക് വരുന്നത്. എൻ്റെ ഭാര്യയാണെങ്കിലും MSc മാത്തമാറ്റിക്സുകാരിയാണ്. അദ്ദേഹവും മാത്സ് വളരെ ഭംഗിയായിട്ട് 10ാം ക്ലാസ്സിലൊക്കെ 100% മാർക്കിൽ പാസ്സായ ഒരാളാണ്. അപ്പോൾ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ടീച്ചിങ്ങിനോട് വളരെ താല്പര്യമുള്ളത് കൊണ്ട് ആ മേഖലയിൽ എന്തെങ്കിലും സമൂഹത്തിന് നന്മ കിട്ടുന്ന ഒരു കാര്യം സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഈ 2 സ്ഥാപനങ്ങളും ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യുവാൻ, ദൈവത്തെ ആശ്രയിച്ച് സ്റ്റാർട്ട് ചെയ്യുവാനായിട്ടുണ്ടായത്. എങ്ങനെയാണ് ഈ വിശ്വാസം? ഇപ്പൊ എത്ര നാളായി സ്ഥാപനം തുടങ്ങിയിട്ട്? ഇപ്പൊ കേലബ് മാത്സ് സെന്റർ എന്ന് പറയുന്ന സ്ഥാപനം തുടങ്ങിയിട്ട് 6 വർഷവും കേലബ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന സ്ഥാപനം തുടങ്ങിയിട്ട് 1 വർഷമാണ്. അപ്പൊ ഇത്രയും നാൾ വഴികളുണ്ടല്ലോ, ഒരു 6 വർഷം 7 വർഷം നാൾ വഴികൾ, അതിന് പിന്നിലുള്ള പരിശ്രമങ്ങളുണ്ട്. എങ്ങനെയാണ് നിങ്ങളുടെ പ്രാർത്ഥന? എനിക്കറിയാം നിങ്ങൾ നന്നായിട്ട് പ്രാർത്ഥിക്കുന്ന ഒരു കുടുംബമാണ്, ദൈവത്തെ ആശ്രയിച്ച് മുന്നോട്ട് പോകുന്ന ഒരു കുടുംബമാണ്. എങ്ങനെയാണ് നിങ്ങളുടെ ജീവിതം, നിങ്ങളുടെ വിശ്വാസം, ഈ ഒരു ബിസിനസിന്റെ വളർച്ചയ്ക്ക് സഹായമായത്? ഞങ്ങൾ ഈ സ്ഥാപനം തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ ഗൾഫിൽ ജോലി ചെയ്യായിരുന്നു. അപ്പോൾ ആ ഒരു സമയത്താണ് എൻ്റെ വിവാഹം നടക്കുന്നത്. അപ്പോൾ ആ ഒരു ജോലി ചെയ്യുന്ന സമയത്ത് എനിക്ക് ഏകദേശം ഒരു 2-3 ലക്ഷം രൂപയോളം സാലറി ഉണ്ട്. അപ്പോൾ ആ സമയത്ത് കുടുംബജീവിതം ഒന്നിച്ച് നിൽക്കുന്നതാണ് ദൈവത്തിൻ്റെ പരിപാടി എന്നുള്ളൊരു ബോധ്യം ഞങ്ങൾക്കുണ്ടാകുകയും അങ്ങനെ ഞാൻ ആ ജോലി റിസൈൻ ചെയ്ത് നാട്ടിലേക്ക് എൻ്റെ കുടുംബത്തിന്റെ കൂടെ നിൽക്കാനുള്ള ആഗ്രഹത്തോടെ ഇങ്ങനെ വരികയാണ് ചെയ്തത്. അത് വലിയൊരു സന്ദേശമാണ് കേട്ടോ. എന്നുവെച്ചാല് കുടുംബത്തിനോട് ജീവിക്കാൻ വേണ്ടി 2 ധ്രുവങ്ങളിൽ ജോലി ചെയ്യേണ്ടവരല്ല, ഒരുമിച്ച് ജീവിക്കേണ്ടവരാണ്. അതെ. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തിൽ എൻ്റെ ഭാര്യയാണ് ഇപ്പൊ നാട്ടിലേക്ക് വന്നാൽ നമുക്ക് ജീവിക്കാനായിട്ടുള്ള ഒരു വരുമാന മാർഗം വേണമല്ലോ.
അപ്പോൾ അദ്ദേഹമാണ് നമുക്കിങ്ങനെ ഒരു ട്യൂഷൻ എടുത്ത് കുഞ്ഞുങ്ങളെക്ക് ട്യൂഷൻ എടുത്ത് പറഞ്ഞു കൊടുത്ത് നമുക്കൊരു വരുമാനം കണ്ടെത്തുന്ന ഒരു മാർഗത്തെപ്പറ്റി നമുക്ക് ചിന്തിക്കാം. അങ്ങനെ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിച്ച് ഞങ്ങളുടെ വീട്ടിൽ ചെറിയൊരു ട്യൂഷൻ സെന്റർ തുടങ്ങി. കുറച്ച് കുട്ടികളെയും കിട്ടി. അതാണ് ഞങ്ങളുടെ തുടക്കം എന്ന് പറയുന്നത്. അപ്പൊ അതിനെ ദൈവം അനുഗ്രഹിച്ചു എന്ന് തീർച്ചയായിട്ടും പറയുവാനായിട്ട് സാധിക്കും. ഇന്ന് ഏകദേശം 1000-ഓളം കുട്ടികൾ ഞങ്ങൾ സ്ഥാപനത്തിൽ പഠിക്കുന്നുണ്ട്. 25ഓളം രാജ്യങ്ങൾ ഞങ്ങൾ സർവീസ് കൊടുക്കുന്നുണ്ട്. 2025 ഏറ്റവും നല്ല ഓവർസീസ് ട്രെയിനിങ് സെന്ററിലുള്ള അവാർഡ് ഞങ്ങളുടെ സ്ഥാപനത്തിനാണ് കിട്ടിയത്. അപ്പൊ അങ്ങനെയുള്ള കുറെ നന്മകൾ ദൈവത്തിൽ നിന്ന് കഴിഞ്ഞ 5-6 വർഷങ്ങളായിട്ട് പ്രാപിക്കാനായിട്ട് സാധിച്ചു. അപ്പൊ എനിക്ക് തോന്നുന്നു നിങ്ങൾ പറഞ്ഞില്ലേ, നിങ്ങൾ പ്രാർത്ഥിച്ചെടുത്തൊരു തീരുമാനം. അതെ അതെ അല്ലേ? അപ്പൊ ആ പ്രാർത്ഥനയിലാണ് മുന്നോട്ട് പോകുന്നത് അല്ലേ? തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. അപ്പൊ നമുക്കതിൽ പ്രാർത്ഥന മുന്നോട്ട് പോകുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് അതില്ലാത്തൊരു ദൈവാനുഗ്രഹം ഉണ്ടാകുന്നതിന് നമുക്ക് തന്നെ അതിലൊരു തിന്മ ചെയ്യാൻ പറ്റില്ല. അതെ 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 അല്ലേ? കാരണം ദൈവോന്മുഖമായിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അതെ അതെ. അപ്പോൾ ഇതുപോലെ തന്നെ കുടുംബത്തെക്കുറിച്ച് സംസാരിച്ചു, അതുപോലെ തന്നെ ഈ എഡ്യൂക്കേഷനെ കുറിച്ച് സംസാരിച്ചു. ചേട്ടാ എനിക്ക് ചോദിക്കണം, ഇന്നത്തെ യുവ തലമുറയോട് കുട്ടികളെ പഠിപ്പിക്കുന്ന നിങ്ങൾ ഇൻവോൾവ് ചെയ്യുന്നത് അവരോട് കൊടുക്കാനുള്ള ഒരു മെസ്സേജ് എന്തെങ്കിലും പറയാമോ? എന്ന് വെച്ചാൽ ഇത്രയും നിങ്ങൾ വർഷങ്ങളായിട്ട് കുഞ്ഞുങ്ങളെ കാണുന്നതാണ്, പഠിപ്പിക്കൊണ്ട് ഇതിനു മുമ്പ് കോളേജിൽ പഠിപ്പിക്കായിരുന്നു. അതെ അതെ, കോളേജ് അധ്യാപകനായിരുന്നു. അതിൽ നിന്നൊരു മെസ്സേജ് എന്താണ് കുഞ്ഞുങ്ങളോട് പറയാൻ തോന്നുന്നത്? ഇന്നത്തെ ഒരു സമൂഹത്തില് കുഞ്ഞുങ്ങള് കരിയറിന് തടസ്സമാണ് എന്ന് ചിന്തിക്കുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇപ്പൊ ഏതൊരു കുടുംബത്തിൽ നോക്കിയാലും അവര് ഒരു കുഞ്ഞ് അല്ലെങ്കിൽ 2 കുഞ്ഞ് അങ്ങനെ ഒരു ഇതിലേക്ക് അങ്ങ് ഒതുങ്ങി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് ശരിക്കും അവരുടെ ഒരു കരിയറിന് ഒരു തടസ്സം എന്നുള്ള രീതിയിൽ കാണുന്ന ഒരു സമൂഹമാണ് നമ്മുടെ സമൂഹം എന്ന് പറയുന്നത്. എന്നാൽ ദൈവത്തിന്റെ പരിപാടി, കുടുംബം എന്ന് പറയുന്ന സ്ഥാപനം ദൈവം പണിതാണ്, ദൈവത്തിന്റെ പരിപാടിയാണ്. മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല എന്ന് കൽപ്പിച്ച ദൈവം, അവന് തക്ക തുണയെ കൊടുത്ത ദൈവം, അവൻ സന്താനപുഷ്ടിയുള്ളവരായിട്ട് പെരുകി ഭൂമിയിൽ നിറയൂ എന്ന് പറഞ്ഞ ദൈവം കുടുംബവും മക്കളെയും ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ കരിയറും നമ്മുടെ കുടുംബവും എല്ലാം ഒരുപോലെ നമുക്ക് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. അപ്പൊ അതുകൊണ്ട് എനിക്ക് ഇന്നത്തെ യുവതലമുറയോട് പറയാനായിട്ടുള്ളത്, കുടുംബജീവിതത്തിന് അതിൻ്റെതായ പ്രാധാന്യമുണ്ട്. മക്കൾ ദൈവം തരുന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ്. മക്കൾക്ക് അതിൻ്റെതായ പ്രാധാന്യമുണ്ട്. എന്നാൽ അതിൻ്റെ ഒപ്പം നമ്മുടെ കരിയറും കാര്യങ്ങളും ഒക്കെ നമുക്ക് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാനായിട്ടുള്ള കൃപ ദൈവം നമുക്ക് നൽകും. അത് ദൈവത്തോട് നമ്മൾ ചോദിക്കുക എന്നുള്ളതാണ് എനിക്ക് ഇതിൻ്റെ അന്ന് പറയാനായിട്ടുള്ളത്. സ്നേഹമുള്ളവരെ, ഞങ്ങൾ ഇപ്പൊ ഞാൻ വന്നപ്പോൾ എത്രാമത്തെ കുഞ്ഞിനെ കണ്ടത്? 2ാമത്തെ കുട്ടീനെ. അവളുടെ പേരെന്നെ? ലിഡിയ. ഞാൻ ഇവിടെ വന്നു, ഞാൻ ആദ്യമായിട്ട് കാണുന്നല്ലേ. ഞാൻ അവിടെ നിന്ന് ഹായ് പറഞ്ഞത് പിന്നെ നമ്മൾ ഭയങ്കര സ്നേഹമാണ്. ഇവിടെ കയറി വന്ന ഉടനെ എൻ്റെ കൂടെ ഉള്ളവരോടും എല്ലാവരും ഭയങ്കര സ്നേഹത്തിൽ വളരെ സോഷ്യലായിട്ട് ഇടപെടുന്ന. എനിക്ക് നിങ്ങളുടെ കുടുംബത്തിലുള്ള ഒരു ആത്മീയതയും ആ സ്നേഹവും ആ നന്മയും അല്ലെ ആ കുഞ്ഞുങ്ങളിലോട്ട് പതിയെ പതിയെ മുന്നോട്ട് പോകുന്നു, അവർ സ്വീകരിക്കുന്നതാണ് ഞങ്ങൾ സ്പ്രെഡ് ചെയ്യുന്നത്. അത് വളരെ നല്ലൊരു സന്തോഷമുള്ള സമയമാണ് ഈ കുടുംബത്തിൽ വന്നപ്പോഴേ. നിങ്ങൾ ദൈവത്തിൽ ആശ്രയം ജീവിക്കുന്നു, അത് നിങ്ങളുടെ മക്കളിലോട്ട് വരുന്നു, അതുപോലെ തന്നെ ഈ സ്ഥാപനത്തിലുള്ള കുഞ്ഞുങ്ങളോട് വരുന്നു. ഞങ്ങൾ ഞങ്ങളുടെ മക്കളെ സ്നേഹിക്കുന്നത് പോലെ തന്നെ ഞങ്ങളുടെ സ്ഥാപനത്തിൽ പഠിക്കാൻ വരുന്ന കുഞ്ഞുങ്ങളെയും സ്നേഹിക്കുന്നു. അവരുടെ ജീവിതത്തിൽ നന്മയുണ്ടാവണം, അവർ വേറൊരു വ്യക്തികളായി തീരണം, സമൂഹത്തിന് കൊള്ളാവുന്നവരായി തീരണം എന്നുള്ളൊരു വലിയൊരു ആഗ്രഹവും പ്രാർത്ഥനയും അവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കാറുണ്ട്. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്കൊപ്പം തന്നെ ഞങ്ങളുടെ സ്ഥാപനത്തിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക്, അവിടെ ജോലി ചെയ്യുന്ന സ്റ്റാഫിനും ഒക്കെ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കാറുണ്ട്. സ്നേഹമുള്ള ഈ വീഡിയോ നിങ്ങൾ പരമാവധി ഇങ്ങനെ ടീച്ചേഴ്സ്, അതുപോലെ തന്നെ അങ്ങനെയുള്ള സ്റ്റുഡൻസ്, അങ്ങനെയുള്ളവർക്ക് നിങ്ങൾ പരമാവധി ഷെയർ ചെയ്ത് കൊടുക്കണം. കാരണം നമ്മുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുക മാത്രമല്ല അല്ലേ, അവരെ ടീച്ചർ, ഗുരു, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അവർക്ക് വേണ്ടി ത്യാഗം ഏറ്റെടുക്കുക, അവരെ സ്നേഹിക്കുക. അങ്ങനെ ഒരു ഓൺലൈനിലെല്ലാം ഓൺലൈനിലോട്ട് അവസാനിക്കുമ്പോൾ ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന അധ്യാപകരെ കാണാൻ പറ്റിയ സന്തോഷമാണ്. ഇന്നത്തെ വിദ്യാഭ്യാസത്തെക്കുറിച്ചാണ് നമുക്ക് ചോദിക്കാം. ഈ ചോദിക്കുമ്പോഴേ നമുക്ക് ഒത്തിരി സാധ്യതകളുണ്ട്. ഈ വിദ്യാഭ്യാസത്തിന് ഒത്തിരി നല്ല വശങ്ങളൊക്കെ ഉണ്ട്. ഏതെങ്കിലും ഒരു പോരായ്മ നമുക്ക് തോന്നിയിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു പോരായ്മ നമുക്ക് മാറ്റം വരുത്തേണ്ട, സമൂഹത്തിൽ മാറ്റം വരുത്തേണ്ട ഒരു പോരായ്മയായിട്ട് എന്തെങ്കിലും മനസ്സിലോട്ട് തോന്നുന്നുണ്ടോ? ഈ ഒരിക്കലും വിദ്യാഭ്യാസത്തെ പറ്റി ഒരു മനുഷ്യൻ ഇങ്ങനെ പറഞ്ഞു, വിദ്യാഭ്യാസം ഒരു വ്യക്തിയിൽ വീണ്ടും ജനനം ഉണ്ടാക്കുന്നു എന്ന് ഇങ്ങനെ ഒരു മനുഷ്യൻ പറഞ്ഞിട്ടുണ്ട്. ശരിക്കും വിദ്യാഭ്യാസം നേടുമ്പോൾ അതിൻ്റെ റിസൾട്ടായിട്ട് ശരിക്കും വരേണ്ടത് നമ്മൾ ഒക്കെ നല്ല രീതിയിൽ പെരുമാറാൻ പഠിക്കുക എന്നുള്ളതാണ്. എന്നുവെച്ചാൽ വിദ്യാഭ്യാസമുള്ള ഒരു വ്യക്തിയും വിദ്യാഭ്യാസം ഇല്ലാത്ത ഒരാളും തമ്മിൽ പെരുമാറ്റത്തിന് ഒരുപാട് വ്യത്യാസമുണ്ട്. പക്ഷെ ഇന്നത്തെ വിദ്യാഭ്യാസ ലോകത്തിൽ പല സ്ഥലങ്ങളിൽ അത് കച്ചവടമായി മാറിയിട്ടുണ്ട്. അപ്പോൾ ദൈവത്തിലുള്ള വിശ്വാസം മാറി, സ്വഭാവത്തിലുള്ള ഒരു ക്യാരക്ടർ ഫോർമേഷൻ അവിടെ നടക്കുന്നില്ല. അപ്പോൾ കുട്ടികൾക്ക് ടീച്ചേഴ്സിനോട് ബഹുമാനമില്ല, അവർ അധ്യാപകർ നല്ല റോൾ മോഡൽസ് അല്ല. അപ്പം അങ്ങനെയുള്ള കുറേ പോരായ്മകൾ ഇന്നത്തെ സമൂഹത്തിൽ ഉണ്ട്. അപ്പോൾ അതൊക്കെ നേരത്തെയുള്ള അധ്യാപകർ എന്ന് പറയുന്നത് അവർ അധ്യാപനത്തെ സ്നേഹിക്കുകയും കുഞ്ഞുങ്ങളെ സ്നേഹിക്കുകയും ചെയ്തിട്ടുള്ള ആളുകളായിരുന്നു.
പക്ഷേ സങ്കടകരം എന്ന് പറയട്ടെ, ഇന്ന് അങ്ങനെയുള്ള അധ്യാപകരെ കാണാനായിട്ട് ഇല്ലെന്നല്ല, തികച്ചും ഇല്ലെന്നല്ല, പക്ഷെ മുമ്പത്തെ അപേക്ഷിച്ച് അത് വളരെ കുറവാണ്. അപ്പൊ കുഞ്ഞുങ്ങളെ സ്നേഹിക്കുന്ന ആളുകൾ അധ്യാപനത്തിൽ വരണം, അവരുടെ നന്മ ആഗ്രഹിക്കുന്ന ആളുകൾ അധ്യാപനത്തിൽ വന്നാൽ അവരുടെ ജീവിതത്തിൽ വലിയൊരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാവുമെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. സ്നേഹം കൊണ്ട് മാത്രമേ പിള്ളേരെ നേടാൻ പറ്റുള്ളൂ. തീർച്ചയായിട്ടും. മാറ്റാൻ പറ്റുള്ളൂ. അതെ അതെ അതെ. അപ്പൊ സ്നേഹമുള്ള അധ്യാപകർ ഉണ്ടാകട്ടെ. അപ്പോൾ ശ്രീധരൻ ഒത്തിരി നന്ദി പറയുന്നു കേട്ടോ. ഒത്തിരി നമ്മുടെ കേരളത്തിന് മാതൃകയാണ്, കേരളത്തിനല്ല ലോകത്തിന് മുഴുവൻ മാതൃകയാണ്. ഇത്രമാത്രം കുഞ്ഞുങ്ങളെ ഡെവലപ്പ് ചെയ്യണം, അവർക്ക് വേണ്ടി ജീവിത സമയം നിങ്ങൾ ചെലവഴിക്കുന്നുണ്ടല്ലോ, സ്വന്തം കുഞ്ഞുങ്ങളെ പോലെ അവർ നോക്കുന്നുണ്ടല്ലോ. സ്നേഹമുള്ളവരെ, ഇത് ഞാൻ വെറുമ്പാക്ക് പറയുന്നതല്ല, ഞാൻ മറ്റു പലരും കേട്ട കാര്യം കൂടിയാണ് ഞാൻ പറയുന്നത്. ശ്രീധരൻ പറഞ്ഞോണ്ടല്ല ഞാൻ പറയുന്നത്, മറ്റു പലരും കേട്ടൊരു കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പം അങ്ങനെ ദൈവം അനുഗ്രഹിക്കട്ടെ, നിങ്ങളെല്ലാ ഉദ്യമങ്ങളിലും ദൈവം ഉണ്ടാകട്ടെ, ദൈവം നിങ്ങളെ സംരക്ഷിക്കട്ടെ, ദൈവം നിങ്ങളെ പരിപാലിക്കട്ടെ. ഈ വീഡിയോ കാണുന്ന ആളുകൾ ശ്രീധരന് വേണ്ടി ഈ ഇൻസ്റ്റിറ്റ്യൂഷന് പ്രത്യേകം പ്രാർത്ഥിക്കും. നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയും ഇവിടെ സ്ഥാപനങ്ങളിലുള്ള കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അങ്ങനെ നമ്മുടെ കേരളം, നമ്മുടെ സമൂഹം കുറച്ചുകൂടെ മെച്ചപ്പെട്ട സമൂഹമായിട്ട് മാറട്ടെ എന്നാണ് എൻ്റെ ഒരു ആശംസയും പ്രാർത്ഥനയും. സ്നേഹമുള്ളവരെ, ശ്രീധരന് നന്ദി പറയുന്നു. നിങ്ങൾക്കും ഇദ്ദേഹത്തിൻ്റെ ജീവിതം ഇൻസ്പിറേഷൻ ആകുമ്പോൾ നിങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. ആ നന്മ ലോകം മുഴുവൻ പരക്കട്ടെ. ഇനിയും ഒത്തിരി കുഞ്ഞുങ്ങളോട് ശ്രീധരൻ കടന്നു ചെല്ലട്ടെ. ദൈവം ഒത്തിരി അനുഗ്രഹിക്കട്ടെ, നിങ്ങളുടെ സ്ഥാപനത്തെ വളർത്തട്ടെ. ഇപ്പോൾ 25 രാജ്യങ്ങളാണെങ്കിൽ അടുത്ത വർഷം നമ്മൾ കാണുമ്പോൾ 50 രാജ്യങ്ങളിലെങ്കിലും എത്തട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ഒത്തിരി നന്ദി. താങ്ക് യു.